എൻ്റെ പുറയിൽ കാണുന്നതാണ് പുലിമുട്ടെന്ന് പറഞ്ഞ പ്രദേശം. പുലിമുട്ടെന്ന് പറഞ്ഞാൽ കടലും പുഴയും ഒന്നിച്ചു ചേരുന്ന സ്ഥലം. ഇത് ഫിഷിംഗ് ബോട്ടുകൾക്ക് പ്രവേശിക്കാനുള്ള സ്ഥലമായിട്ടാണ് പുലിമുട്ടിനെ കാണാറുള്ളത്. ഇവിടെ തിരമാലകളുടെ ശക്തി കുറയും. അപ്പോൾ അതിൽ നിന്ന് ആളുകൾക്ക് സുഗമമായിട്ട് മത്സ്യബന്ധനത്തിന് പോകാനും വരാനും സാധിക്കും. എന്നാൽ ഈ പുലിമുട്ടിനു അപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുറെ ഭൂമി കടലെടുത്ത് പോയിട്ടുണ്ട്. അത് വഖഫിൻ്റെതായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വഖഫ് ഈ പുലിമുട്ടിനും ഒപ്പം കടലെടുത്ത് പോയ ഏക്കറുകളോളം സ്ഥലവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നതായിട്ട് സമീപവാസികൾ പറയുന്നുണ്ട്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ഉപജീവനം കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ നിലനിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ നിയമത്തിനോട് പ്രതികരിക്കാൻ തയ്യാറാവുകയാണ്. നമ്മുടെ വഖഫ് പ്രശ്നം നിലനിൽക്കുന്ന മുനമ്പം പുലിമുട്ട് പ്രദേശത്തെ സ്വയം തൊഴിലാളികളുടെ കൂട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഇവർക്കും കുറെ വേദനകളും യാതനകളും പറയാനുണ്ട്. ഈ പുലിമുട്ടും ഒപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലെടുത്തു പോയ കടലിൽ കിടക്കുന്ന ഏക്കറുകളോളം പറമ്പും അവരുടേതാണെന്ന് പറയുമ്പോൾ നെഞ്ചു പൊടിയുന്നത് ഈ പാവപ്പെട്ട സഹോദരിമാരുടെയാണ്. അവരുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സ്വപ്നങ്ങളുണ്ട് ഇവിടെ ജീവിക്കാൻ. സ്വന്തം വീട്, സ്വന്തം മണ്ണ്, എൻ്റെ അവകാശം എന്ന മുദ്രാവാക്യം നെഞ്ചിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ നമ്മോട് പ്രതികരിക്കുന്നത്. സാറേ, നല്ലപോലെ കടന്ന് കഷ്ടപ്പെട്ടാണ്. എടുക്കാത്ത വേലകളില്ല. ആ ഇത്തിരി മണ്ണ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഉമ്മരം കയറ്റിയിട്ടുണ്ട്. അതും വിട്ടുകൊടുത്തിട്ടൊന്നും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങൂല. ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുമില്ല. ആര് വന്നാലും ശരിയാണ്, ഞങ്ങൾ ഇറക്കാൻ പറ്റൂല. ഞങ്ങൾ കഷ്ടപ്പെട്ട് മേടിച്ച മുതലാണ്, അല്ലാണ്ട് ആരെ തട്ടിപ്പറിച്ചതാ പിടിച്ചെടുത്തതാ ഒന്നുമല്ല. കാശ് കൊടുത്തിട്ട് രേഖാമൂലം കാശ് കൊടുത്ത് കല്ലാന് കരം വരെ അടക്കാണ്. അപ്പൊ പിന്നെ അത് അവരെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ഏത് വക്കപ്പ്? ആരാണ് ഇപ്പൊ വന്നത്? വക്കപ്പ് എന്ന് പറഞ്ഞ ആള് ആരാണ്? ഞങ്ങളുടെ നേരെ ഒന്ന് കൊണ്ടുപോയി ആളാ. അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്നിട്ടാണ് ഞങ്ങൾക്ക് നേരിട്ട് മത്സരിക്കാൻ. ഇത് എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്? 2022 തുടങ്ങിയാണ് ഇത്. കരടക്കാൻ പറ്റാണ്ട്, ഞങ്ങൾക്ക് വേല ചെയ്യാൻ പറ്റാണ്ടും വേല ഇല്ലാണ്ടും ഞങ്ങൾ പോയി അവിടെ ഇരിക്കുകയാണ് ഈ സമരത്തിന് വേണ്ടിയിട്ട്. എല്ലാ ദിവസവും പോയി ഇരുന്നിരുന്നു ഞങ്ങൾ. ഇപ്പൊ 2 ദിവസമുള്ളൂ ഞങ്ങൾക്ക് ഈ വേല തുടങ്ങിയിട്ട്. അപ്പൊ ഇവിടെയും പണിയെടുക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. അല്ല, നിയമം ഇപ്പൊ നിങ്ങൾക്കെതിരായി പോയാൽ, വിധികളൊക്കെ വന്ന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഒരു എന്ത് പ്രതികാരം? ഞങ്ങൾ ഇറങ്ങൊന്നുമില്ല. ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ മരിച്ചിറങ്ങണല്ലാണ്ട് ഞങ്ങൾ അല്ലാതെ ഇറങ്ങൂല. ഞങ്ങൾക്ക് ഈ സമരസമിതി തുടങ്ങിയിട്ട് സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വന്നൊരു ലെവലുണ്ട്. നിങ്ങൾ ആരും കുടിയിറക്കൂല. കുടിയിറക്കാൻ ഇങ്ങോട്ട് വാ. എന്തർത്ഥത്താണ് ഇവര് കുടിയിറക്കൂല എന്ന് പറഞ്ഞാൽ? ഞങ്ങളുടെ കാർന്നോമാരുടെ 4 തലമുറയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണിത്. ഞങ്ങളുടെ മക്കൾക്ക് സമാധാനമായിട്ട് ജീവിക്കട്ടെ. വന്നവര് പറയും കുടിയിറക്കൂല, നിങ്ങളാ കുടിയൊഴിപ്പിക്കൂല. അത് എന്ത് ന്യായോ? ഇത് ഞങ്ങളുടെ സ്വന്തം ഭൂമി. ഞങ്ങൾ കാശ് കൊടുത്ത് സർക്കാർ സ്റ്റാമ്പിൽ ഞങ്ങൾ ഒപ്പുവെച്ച് സർക്കാർ സീല് വെച്ച് തന്ന് സർക്കാരിന്റെ പേരിൽ ഞങ്ങൾ കരമടക്കണ ഭൂമിയാണ്. ഈ വഖഫ് എന്ന് പറഞ്ഞ അക്ഷരം, ഈ 3 അക്ഷരം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് മേടിക്കൂലായിരുന്നല്ലോ. ഇത് ഞങ്ങളുടെ കാരണവന്മാര് കടലിൽ കിടന്ന് കഷ്ടപ്പെട്ട് കടലിടി കൊണ്ട് ഇത്തല് വാരി, അതൊക്കെ നിങ്ങൾ വന്ന് കാണണം. ഈ കടലിന്റെ മക്കളുടെ കഷ്ടപ്പാടുകള്. അന്ന് കടല് തീരം വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് അതിനുശേഷമാണ് ഈ സീവാളൊക്കെ അതിന്റെ മുകളിൽ വന്ന് വീണത്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ന് ഇതൊക്കെ വെള്ളത്തിൽ കിടക്കേണ്ട ഭൂമിയാണിത്. ഇത് ഒഴുകിക്കിടന്ന് വെച്ച ഭൂമിയാണിത്. ഞങ്ങളുടെയൊക്കെ അധ്വാനം, ഞങ്ങളുടെ കാരണന്മാരുടെ അധ്വാനം ഇല്ലേ? ചാക്കുകള്, കോടിക്കണക്കിന് ചാക്ക് കൊണ്ടിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചാണ് കടൽ വെള്ളത്തിന് പ്രതിരോധിക്കാനായിട്ട് ആദ്യം ചെയ്തത്. അതിന്റെ മേലിലാണ് പിന്നെ ഇവര് കല്ലും ഈ തൂണുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാക്കിയത്. ഇതൊക്കെ ഇട്ട് വന്നപ്പോ ഇപ്പൊ വഖഫിന്റെ ഇത്. അപ്പൊ ഇവിടുത്തെ സർക്കാർ എവിടെ പോയി? സർക്കാരിന് ഒന്നുമില്ലേ? സർക്കാരോ വഖഫാ? കേരളത്തിലെ ജനങ്ങളെ ഭരിക്കുന്നത് സർക്കാരാണോ വഖഫാണോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇന്നിപ്പോ മുനമ്പം, ഇന്നലെ പറയണ് ചാവക്കാട്, പിന്നെ പറയണ് ചെല്ലാനം, പിന്നെ പറയണ് കൊടുങ്ങല്ലൂരമ്മ, പിന്നെ പറയണ് വയനാട്, പിന്നെ പറയണ് കണ്ണൂര് തളിപ്പറമ്പ്. ഇതെന്ത്? ഇത് മുസ്ലിം രാഷ്ട്രമാണോ ഇത്? ഇത് മതസൗഹാർദ്ദ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊരു മുസ്ലിം രാഷ്ട്രമായിട്ട് മാറ്റാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വഖഫിന്റെ ആളില്. ഇത് നിയമം എത്രയും പെട്ടെന്ന് ഭേദഗതി ചെയ്യുക. ഞങ്ങൾക്കുള്ളത്, ഈ പാവങ്ങൾക്കുള്ളത് പാവങ്ങൾക്കോട്. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ എന്തിനാണ് വഖഫെ ഇങ്ങനെ കൈയിട്ട് വരാൻ വന്നത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും കിടന്ന് ജീവിച്ചോട്ടെ. വെള്ളം കയറിയ ഈ പ്രദേശം കടലിനെ തടുക്കാൻ വേണ്ടി ഇവര് മണ്ണ് ചാക്കുകൾ നിരത്തിയിട്ടാണ്
ഇതിനെ കരയാക്കി മാറ്റിയത്. അന്നൊന്നും ഈ വഖഫോ മറ്റ് അധികാരികളോ വന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഒരു സ്വപ്ന ഭൂമിയായി മാറിയപ്പോൾ ഇവിടെ ടൂറിസം വികസിക്കുകയാണ്. ഇവിടെ ദിവസവും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തട്ടിയെടുക്കലാണോ ചില ആളുകളുടെ ഉദ്ദേശം? 1950 സിദ്ദിഖ് സേഡു എന്ന് പറഞ്ഞ ഒരാൾ ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്താണ് ഈ വസ്തു. അതിനുശേഷം ഫറൂഖ് കോളേജ് അത് കൈവശം വെച്ച് കുറേ നാൾ അനുഭവിച്ചു വന്നതിന് ശേഷം ഇവിടെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ആൾക്കാർ ഇവിടെ കുടിയേറി പാർക്ക് ചെയ്യും. ആ വസ്തു കാടും പുല്ലും പിടിച്ച് കടലെടുത്തുകൊണ്ട് പോരുന്നായിരുന്നു. 476 ഏക്കർ ഭൂമിയാണ് മൊത്തം സിദ്ദിഖ് സേഡു ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്തത്. ആ വസ്തു കടലെടുത്ത് പോയതും കഴിച്ചിട്ട് 100 ചില്ലാൻ ഏക്കർ വസ്തു പരന്നു കിടക്കുന്ന ഭൂമിയിൽ കടൽ കയറ്റമുള്ളതും കടൽക്ഷോഭമുള്ള സമയത്തും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ കയ്യേറി പാർത്ത് വർഷങ്ങളോളം അതിനെതിരെ സമരം ചെയ്ത് കേസ് നടത്തി അവസാനം 5 സെൻറ്റ് വസ്തു കുടിയെടുപ്പായും ശേഷിക്കുന്ന വസ്തു വിലത്തീറായുമാണ്ട് 1990 ഞങ്ങൾ ഈ വസ്തു ഫറൂഖ് കോളേജിൻ്റെ കൈവശത്ത് നിന്ന് വാങ്ങുന്നത്. ആ സമയത്ത് കേരളത്തിൽ നിലവിൽ വഖഫ് ബോർഡോ അതുവരെ ഇപ്പോൾ ഈ ഉന്നയിക്കുന്നതിന് മുമ്പ് വരെ 1 വർഷത്തിന് മുമ്പ് വരെ വഖഫ് ബോർഡ് യാതൊരുവിധ അവകാശവാദങ്ങൾ ഉന്നയിച്ച് വരാത്തതാണ്. ഞങ്ങൾ ഇത് 1990 ഞങ്ങളുടെ മാതാപിതാക്കന്മാർ വസ്തു വാങ്ങിച്ചതിന് ശേഷം ഫറൂഖ് കോളേജിൻ്റെ തണ്ടപ്പേരിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പേരിലേക്ക് തണ്ടപ്പേര് വിളിച്ച് ഞങ്ങളത് ക്രയവിക്രയം ചെയ്ത് സർവ്വ സ്വാതന്ത്ര്യങ്ങളോട് ഇതുവരെ അനുഭവിച്ചു വരുന്ന വസ്തുവാണ്. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവരവരുടെ വസ്തുവാണെന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ന്യായീകരണവുമില്ല. അത് തെളിയിക്കാനും സാധിക്കില്ല ഒരു കാരണവശാലും. സിദ്ദിഖ് സേഡു പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസാണ് അവർ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. കാരണം ഈ വസ്തു മറ്റുള്ള രീതിയിൽ വ്യവഹാരം ചെയ്യുകയോ വിൽപ്പന നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അനന്തരാവകാശികളിലേക്ക് തിരിച്ചു വരുമെന്ന് അദ്ദേഹം അന്ന് എഴുതി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇത് വഖഫ് ബോർഡിൻ്റെ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ അവരുടെ രീതിയിലുള്ള മറ്റുള്ള പെരുമാറ്റച്ചട്ടങ്ങളൊന്നും ഇതിനകത്ത് നിലവിലില്ലാത്തതാണ്. പിന്നെ മനഃപൂർവ്വം ഓരോ പാവപ്പെട്ട കുടുംബാംഗങ്ങളിൽ പോലും മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അതുപോലെ തന്നെ ജോലി എന്നുള്ള സംബന്ധമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വായ്പ എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനു പറയുന്ന ഒരു കരമടച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും വളരെയേറെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ജനത. അല്ല, ഇപ്പോൾ ജോസഫും അതുപോലെ ജോസഫിൻ്റെ കുടുംബക്കാരും ഇവിടെ തൊഴിലാളികളും ഒക്കെ ഇതിൽ നിന്ന് കാണുന്ന പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ നിയമം എന്താണ് ഇതിനകത്തുനിന്ന്? ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുമെന്നാണ് ഈ സമരക്കാരും അതുപോലെ തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും പറയുന്നത്. വഖഫിൻ്റെ നിയമം ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഹൈക്കോടതിയിൽ നിലവിൽ നിൽക്കുന്ന കേസിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യം. പക്ഷെ ഞങ്ങൾക്ക് ഇതിനകത്ത് അവസാനമായിട്ട് പറയാവുന്നൊരു വാക്ക്, ഞങ്ങൾ 600 ചില്ലാനും കുടുംബങ്ങൾ ഇവിടെ നിലവിൽ ജീവിക്കുന്നുണ്ട്, ഈ വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ട് ജീവിക്കുന്നുണ്ട്. അത് ഞങ്ങളെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വസ്തു വഖഫ് ബോർഡിനൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കാരണം വെച്ചാൽ ഈ 10-35 വർഷമായിട്ട് ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന വസ്തുവാണ്, പുറമ്പോക്കാരുടെ എടുക്കുന്ന വസ്തുവല്ല. അതൊരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ഇടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതുകൂടാണ്ട് ഈ പുലിമുട്ട് ഇവർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് ഈ കോസ്റ്റൽ ഏരിയ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇവരെല്ലാ കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ചെല്ലാനം പഞ്ചായത്ത് വരെയെന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ മാത്രം. കാരണം മുൻപത്ത് ഒരുപാട് ദുരൂഹ സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളും നടക്കുന്നൊരു ഏരിയയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞു കേട്ടിടത്തോളം. ഒരു ദുരൂഹത നിറഞ്ഞൊരു സംഭവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുലിമുട്ടൊക്കെ പണിയുന്ന സമയത്തും ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ട് മുടക്കി ഈ പുലിമുട്ട് പണിതേക്കുന്നത് ഈ അഴിയുടെയും ഈ ആറിൻ്റെയും അത് കയറി പോകുന്ന തുറമുഖത്തിൻ്റെ നവീകരണത്തിനും അതിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അതൊന്നും ഇവരുടെ പേരിൽ പെടുന്ന വസ്തുവൊന്നുമല്ല. ഇവരിങ്ങനെ ഉന്നയിച്ച് ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ച് വരുന്നു മാത്രമേ. അവരിപ്പോ പുലിമുട്ടും കൂടെ അവരുടെതാണെന്നാണ് ആവശ്യപ്പെടുന്നത്. പുലിമുട്ട് അവരുടെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ തുറമുഖ വകുപ്പ് അവരുടെ കീഴിലാണ് ഇപ്പോൾ നിലവിൽ ഇതിന്റെ പ്രാഥമിക നടപടി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരു വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഡയറക്ഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഈ ബീച്ച് കയ്യേറാൻ വേണ്ടി വന്നിരുന്നവർ ജനങ്ങൾ ഇതുപോലെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ അവരത് കോടതി തെളിയിക്കട്ടെ. കോടതി വിധി എന്താണെന്ന് വെച്ചാൽ വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. അപ്പൊ നിയമം പുതുതായിട്ട് ഉണ്ടാക്കണമെന്നാണ് ജോസഫിന്റെ ആവശ്യം. ഉണ്ടാക്കട്ടെ, നിയമം ഉണ്ടാക്കി ഗവൺമെന്റ് സഹകരിച്ച് നിയമം ഉണ്ടാക്കട്ടെ. ഞങ്ങളുടെ അവസാനമായിട്ട് പറയാവുന്ന ഒരു വാക്ക് ഇതാണ്, എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായി തന്നെ ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് നിൽക്കും. ഇവിടുത്തെ ജനത കത്തോലിക്കരായാലും മുസ്ലിംസ് ആയാലും ഹിന്ദു ആയാലും ഏത് വർഗീയവാദികളായാലും ശരിയാണ്, ഞങ്ങളെല്ലാവരും ഒരേ കെട്ടായിട്ട് നിന്ന് ഇതിനെതിരെ പോരാടും. അത് തീർച്ചയാണ് കാര്യം.